all over the social media, on Indian social media, not on our social media. CNN മാധ്യമ പ്രവർത്തക പാകിസ്ഥാൻ ഡിഫൻസ് മിനിസ്റ്ററോട് ചോദിച്ചു, നിങ്ങൾ പറയാണ് 5 ഇന്ത്യയുടെ എയർക്രാഫ്റ്റുകൾ നിങ്ങൾ വെടിവെച്ചിട്ടു എന്ന്, അതും റാഫേൽ യുദ്ധവിമാനങ്ങൾ എന്നൊക്കെയാണല്ലോ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് എന്ത് എവിഡൻസ് ആണ് നിങ്ങളുടെ കയ്യിലുള്ളത്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പാകിസ്ഥാൻ ഡിഫൻസ് മിനിസ്റ്റർ പറഞ്ഞതാണ് ഈ വീഡിയോയുടെ തുടക്കത്തിൽ പ്രേക്ഷകർ കേട്ടത്. അതായത് അതെല്ലാം സോഷ്യൽ മീഡിയയിൽ ഉണ്ടല്ലോ എന്നാണ്. ഞങ്ങളുടെ സോഷ്യൽ മീഡിയയിലല്ല, ഇന്ത്യയിലെ സോഷ്യൽ മീഡിയയിൽ തന്നെ ഉണ്ടല്ലോ എന്നാണ് പറഞ്ഞത്. അതായത് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന അടിസ്ഥാനരഹിതമായ കാര്യങ്ങളെയാണ് എവിഡൻസ് ആയിട്ട് പാകിസ്ഥാൻ ഡിഫൻസ് മിനിസ്റ്റർ എടുത്തു വയ്ക്കുന്നത്. 5 ഇന്ത്യൻ എയർക്രാഫ്റ്റുകൾ വെടിവെച്ചിട്ടു എന്ന്. എന്തൊരു വിഡ്ഢിത്തമാണ്. ഒരെണ്ണം എന്നൊക്കെ പറഞ്ഞാൽ പിന്നെയും ചിലപ്പോൾ ആളുകൾ വിശ്വസിക്കുമായിരുന്നു. ഇത് 5 എണ്ണം തള്ളി മറിക്കുമ്പോൾ ഇന്ത്യ ഡ്രോൺസ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിക്കാൻ ഡ്രോൺസ് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞത് ഇന്ത്യ അല്ല, ആക്ച്വലി പാകിസ്ഥാനിലെ ചില ദൃക്സാക്ഷികൾ പറയുന്നുണ്ട്. അത് ഇന്റർനാഷണൽ മീഡിയാസിൽ കവർ ചെയ്തിട്ടുണ്ട്, BBC-യിലും അങ്ങനെയൊക്കെയുള്ള കുറെ മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട്. അതായത് ഡ്രോണുകൾ വന്നു ആക്രമിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ ഡ്രോണുകൾ ഇന്ത്യ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് മിക്കവാറും ആത്മഹത്യാ ഡ്രോണുകളായിരിക്കും ഉപയോഗിക്കാൻ സാധ്യത. എന്ന് വെച്ചാൽ ടാർഗറ്റിൽ പോയി ഇടിച്ചു വീഴുന്നത്. നമ്മൾ ഓൾറെഡി അത് സംസാരിച്ചതാണ്. സോ അത് ഇപ്പോൾ പാകിസ്ഥാൻ വെടിവെച്ചിടേണ്ട കാര്യമൊന്നുമില്ല. ഈ ആത്മഹത്യാ ഡ്രോണുകൾ എന്ന് പറയുന്നത് പേലോഡുമായിട്ട് ചെല്ലുന്നു, ടാർഗറ്റ് എവിടെയാണോ ആ ടാർഗറ്റിലേക്ക് പോയിട്ട് ഇത് ഇടിച്ചു വീഴുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിനെ ആത്മഹത്യാ ഡ്രോണുകൾ എന്ന് പറയുന്നത്. അത് സ്വയം പൊട്ടിത്തെറിച്ചുകൊണ്ട് അതിന്റെ ടാർഗറ്റിനെ ഇല്ലാതാക്കുന്നതാണ് ചെയ്യുന്നത്. ഇത് ലോകത്തെ വികസിത രാജ്യങ്ങളുടെയൊക്കെ കയ്യിലുണ്ട്. ചിലപ്പോൾ പാകിസ്ഥാന്റെ കയ്യിലും ഇത് ഉണ്ടാവാം. ചൈനയുടെ അടുത്തുനിന്നോ തുർക്കിയുടെ അടുത്തുനിന്നോ ഒക്കെ വാങ്ങിയതുണ്ടാവാം. അപ്പൊ ഇന്ത്യ ഇത് ഉപയോഗിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഫ്യൂവൽ ടാങ്ക് ചിലപ്പോൾ ഡ്രോപ്പ് ചെയ്തതും ചിലപ്പോൾ ഇവർ കണ്ടിട്ടുണ്ടാവാം. ഈ ഇന്ത്യയുടെ എയർക്രാഫ്റ്റുകൾ യൂസ് ചെയ്തിട്ട് പാകിസ്ഥാന്റെ അതിർത്തി കടന്ന് നേരിട്ട് അവിടെ പോയാണ് ഈ ആക്രമണം നടത്തിയത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇന്ത്യ എയർക്രാഫ്റ്റുകൾ യൂസ് ചെയ്തിട്ടാണോ ചെയ്തത്, ഏത് എയർക്രാഫ്റ്റുകളാണ് യൂസ് ചെയ്തത്, അല്ലെങ്കിൽ ഡ്രോണുകളിൽ ഏത് ഡ്രോണുകളാണ് യൂസ് ചെയ്തത്, കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഇതുവരെയും ഇന്ത്യ പുറത്തു വിട്ടിട്ട് പോലുമില്ല. 5 ഇന്ത്യയുടെ എയർക്രാഫ്റ്റുകളൊക്കെ വെടിവെച്ചിട്ടു എന്ന് വന്നിരുന്ന് തള്ളുമ്പോൾ അതും സോഷ്യൽ മീഡിയ ആണ് അത്ര എവിഡൻസ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ മാധ്യമ പ്രവർത്തക പല രീതിയിൽ ചോദിക്കുകയാണ്, ശരി നിങ്ങൾ റാഫേലിനെയൊക്കെ തള്ളിയിട്ടെന്ന് പറയുന്നുണ്ടല്ലോ, എന്ത് എക്യുപ്മെന്റ് യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ ചെയ്തത്, അല്ല ചൈനയുടെ വല്ല ആയുധങ്ങൾ യൂസ് ചെയ്തിട്ടാണോ എന്നൊക്കെ ആ മാധ്യമ പ്രവർത്തക CNN മാധ്യമ പ്രവർത്തക കുത്തി ചോദിക്കുന്നുണ്ട്. അവർക്ക് തന്നെ ചിരി വരുന്നുണ്ട്. ഞാൻ പറയുന്നില്ല ഇപ്പൊ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ദുർബലമാണെന്നോ ഒന്നും ചെയ്യാൻ കഴിവില്ലാത്ത രാജ്യമാണെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. അവരുടെ സൈന്യം ഇന്ത്യൻ സൈനിക ശക്തിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മാത്രമാണ് ചെറുതാണ് എന്ന് നമ്മൾ പറയുന്നത്. എന്ന് വെച്ച് പാകിസ്ഥാൻ ദുർബലമാണെന്നുള്ള ഒരു അഭിപ്രായവുമില്ല. പക്ഷെ ഇപ്പോൾ പാകിസ്ഥാൻ ഉന്നയിക്കുന്ന ഈ ക്ലെയിമിന് തെളിവൊന്നുമില്ല. ഇപ്പൊ ഇന്ത്യയിൽ ഒരു എയർക്രാഫ്റ്റ് തകർന്ന് വീണിട്ടുണ്ട്. അത് എയർക്രാഫ്റ്റ് ആണോ ഡ്രോൺ ആണെന്നോ ഒന്നും നമുക്കറിയില്ല. അങ്ങനെ ഉണ്ടെന്നുള്ള ചില വാർത്തകൾ വരുന്നുണ്ട്. പക്ഷേ അത് കൂടുതലും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് JF-17 ആണെന്നാണ്. അതും കറക്റ്റായിട്ട് എന്താണെന്നുള്ള കാര്യങ്ങൾ നമുക്കറിയില്ല. അങ്ങനെ ഒരു എയർക്രാഫ്റ്റ് വീണതായിട്ടുള്ള വാർത്തകളുണ്ട്. ഇപ്പൊ 2019 ബാലാകോട്ട് ആക്രമണം നടന്ന സമയത്ത് ഈ പാകിസ്ഥാൻ ഇന്ത്യയുടെ ഒരു MiG-21 വിമാനത്തിനെ വെടിവെച്ചിട്ടിരുന്നു. അത് ഇന്ത്യ ഒരു F-16 പാകിസ്ഥാന്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അമേരിക്കൻ നിർമ്മിത F-16 വിമാനത്തെ വെടിവെച്ചിടുന്നു. പാകിസ്ഥാൻ അതിന് പ്രതികാരമായിട്ടാണ് അവർ വളഞ്ഞ് പരിശ്രമിച്ചുകൊണ്ട് അവരുടെ എയർക്രാഫ്റ്റുകൾ പരിശ്രമിച്ചിട്ട് ഇന്ത്യയുടെ MiG-21 വെടിവെച്ചിടുന്നത്. MiG-21 എന്ന് പറയുന്നത് ഒരു സോവിയറ്റ് നിർമ്മിത പഴയ യുദ്ധവിമാനമാണ്. ഈ MiG-21 പറത്തിയിരുന്ന അഭിനന്ദൻ വർദ്ധമാനെ അവർ പിടിക്കുകയും ചെയ്യുന്നുണ്ട്. അതേപോലെ ഇന്ത്യയുടെ 5 എയർക്രാഫ്റ്റുകൾ അവർ വെടിവെച്ചിട്ടെങ്കിൽ എവിടെ പോയി നമ്മുടെ പൈലറ്റുമാർ? വീണ്ടും അവരുടെ കയ്യിലുണ്ടോ? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. എന്തായാലും സോഷ്യൽ മീഡിയ ആണ് എവിഡൻസ് ആയിട്ട് പാകിസ്ഥാൻ ഡിഫൻസ് മിനിസ്റ്റർ ചൂണ്ടിക്കാണിക്കുന്നത്. ഒരു ഫോട്ടോഗ്രാഫ് ഇല്ല, വീഡിയോ ഇല്ല, വേറെന്തെങ്കിലും തെളിവുകളില്ല. ഇപ്പൊ ഇന്നലെ ഇന്ത്യ നടത്തിയ ആക്രമണം എവിടെ നടത്തി, എന്താണ് ആ ആക്രമണം നടത്താൻ കാരണം, അവിടെ എന്താണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്, ലോകത്തിന് മുഴുവൻ മനസ്സിലാവുന്ന ഭാഷയിൽ കാണുന്ന രീതിയിൽ വിത്ത് എവിഡൻസ്, സാറ്റലൈറ്റ് ഇമേജുകൾ, പിന്നെ നേരിട്ട് എടുക്കാൻ പറ്റിയ വീഡിയോസ്, ഇമേജസ്, ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയുടെ മിലിറ്ററി ഉദ്യോഗസ്ഥർ ഇന്നലെ ലോകത്തിന്റെ മുമ്പിൽ കാണിച്ചു കൊടുത്തത് ഇതാണ് ഇന്ത്യ ചെയ്തത്. 9 സ്ഥലങ്ങളിൽ ഇന്ത്യ ആക്രമണം നടത്തി. അവിടെ ഇന്ന സംഭവങ്ങളാണ് പ്രവർത്തിച്ചിരുന്നത്, ഇന്ന ഭീകരവാദ ക്യാമ്പുകളാണ് ഉണ്ടായിരുന്നത്, അവിടെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്തത് എന്ന് കാണിച്ചു കൊടുത്തു. ഇന്ത്യയുടെ 5 എയർക്രാഫ്റ്റുകൾ ഒന്നും അല്ലെന്നേ, 5 എണ്ണം വെടിവെച്ചിട്ട പാകിസ്ഥാന് ഒരെണ്ണത്തിനെ കുറിച്ചുള്ള എവിഡൻസ് പോലും ഇല്ലേ കയ്യിൽ? എല്ലാം സോഷ്യൽ മീഡിയ ആണത്രേ. ഇതാണ് പാകിസ്ഥാൻ. ട്രസ്റ്റ് മീ ബ്രോ എന്നുള്ളതാണ് അവരുടെ തെളിവ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.